നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാം മക്കളെ. ഇതാ കഞ്ഞി, പിന്നെ ഉരുളൻകിഴങ്ങ് ഉപ്പേരി, പിന്നെ പയറും മത്തങ്ങ എലിശ്ശേരി, പിന്നെ ചമ്മന്തി. ഇതെല്ലാം കൂട്ടി നമുക്ക് കഞ്ഞി കുടിച്ചാലോ? വരും എല്ലാവരും. അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം കേട്ടോ മക്കളെ. അപ്പം ഞാൻ ഈ പലാവലെടുത്തിട്ടേ ഞാൻ കഞ്ഞി കുടിക്കുന്നത് ഇങ്ങനെയാണ്. ചേച്ചി പറയാം അങ്ങനെയല്ലേ കുടിക്കുക, ഇങ്ങനെ കുടിക്കാന്ന് ചേച്ചി പറയണ്ട കേട്ടോ. മണിച്ചേച്ചി വന്ന കാരണം എനിക്കൊരു സഹായമായി. എല്ലായിടത്തും ഞാൻ ഓടുന്നുണ്ടല്ലോ. എൻ്റെ അടുത്ത് ചോദിക്കുന്ന മണിച്ചേച്ചി ആരാന്ന്. അത് പുതിയതായിട്ട് വരുന്നവരായിരിക്കും. മണിച്ചേച്ചി എൻ്റെ ഒരു ഭക്തിയാണ് കേട്ടോ. വർഷങ്ങളായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു ഭക്ത. കുന്നംകുളത്താണ് വീട്. മണിച്ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല. അപ്പം ആങ്ങളയുടെ കൂടെ താമസിക്കുന്നു. ആദ്യമൊക്കെ മണിച്ചേച്ചി എപ്പോഴും വരുമായിരുന്നു. കാരണം കുന്നംകുളത്ത് ബസ് കയറി പൂങ്ങുന്നത്ത് വന്ന് ഇറങ്ങിയിട്ട് വരാം. കുന്നംകുളത്തുനിന്ന് വണ്ടി കയറിയാൽ പൂങ്ങുന്നത്ത് ഇറങ്ങുക, എന്നിട്ട് ഇങ്ങോട്ട് വരാം. പക്ഷേ ഇപ്പോൾ മണിച്ചേച്ചിക്ക് ബസ്സിൽ കയറാൻ പറ്റാണ്ട് ബസ് നിർത്തുമ്പോഴേക്ക് ഇറങ്ങാനതൊന്നും പറ്റില്ല. അത് കാരണം അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ 10,600 രൂപ ഒരു വട്ടം വന്ന് പോകണമെങ്കിൽ വേണം. അതുകൊണ്ട് ഗണേശിപ്പോൾ വരവ് കുറവാണ്. വർഷത്തിൽ 2 വട്ടമൊക്കെ വരിക. ഇപ്പോൾ അത് കുട്ടിയമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. അതിന് വേറെ വരുമാനമൊന്നുമില്ല, നമുക്ക് കൊടുക്കാനുമില്ല. അതിന് ഈ പെൻഷൻ കിട്ടുന്നുണ്ട്, അത് കഴിയണം. പിന്നെ അമ്പലത്തിൽ വില ജോലിയുണ്ടെങ്കിൽ പോയി 10 രൂപ കിട്ടും. അങ്ങനെയൊക്കെ ചുട്ട ഉണക്കമുളകും തേങ്ങയും കൂടി അരച്ച ചമ്മന്തി. അപ്പം ഞാൻ കടയിലേക്ക് പോയി എനിക്ക് ഇഷ്ടംപോലെ പരിചയക്കാരുണ്ട് തൃശ്ശൂർ. അതിപ്പോൾ പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ ഇങ്ങനെയുള്ളവരൊക്കെ എനിക്ക് കൂട്ടുകാരുണ്ട്. അങ്ങനെ ഞാൻ കടയിൽ പോയപ്പോൾ ഒരു വ്യക്തിയെ, പേരൊന്നും പറയണ്ട, ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല. ആൾ ചോദിച്ചു എന്തെന്ന് കറിയൊക്കെ വെച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്ന് മധുരക്കിഴങ്ങും പരിപ്പും മധുരക്കിഴങ്ങും മുളൂഷം വെച്ചിരിക്കുക ഇതാന്ന് പറയുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് അത്ഭുതം. അതെന്തൊരു കറി, ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, എൻ്റെ മക്കള് തൊടുപോലുമില്ല. എന്താ ചെയ്യാം, ഓരോ ജന്മം. അവരുടെ കാലത്ത് അവർ പാടും പട്ടിണിയും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ ഞാൻ പാടും പട്ടിണി അറിഞ്ഞവനാണ്. അപ്പം എൻ്റെ ജീവിത രീതിക്ക് വ്യത്യാസം ഉണ്ടാവും, പട്ടിണി അറിയാത്തവൻ്റെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാവും. അവനൊന്നും മേടിക്കണേലും കളഞ്ഞേലും കണക്കുണ്ടാവില്ല അല്ലേ? ഇന്ന് 6-ാം മാസത്തിൽ മക്കൾക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുട്ടയും ഇറച്ചി മീനും കുഴച്ചാണ് അവർക്ക് ചോറ് കൊടുക്കുന്നത് അല്ലേ? പട്ടിണി എന്താണെന്ന് അവരറിയുന്നില്ല. ആഴ്ചയിൽ പുതിയ ഡ്രസ്സുകൾ എടുക്കണം, കാഴ്ചകൾ, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെയും വേണ്ടാന്ന് പറഞ്ഞ് വേണ്ട.
ഇന്നത്തെ വീട്ടിൽ സംഭവിക്കേണ്ടതാണ്. അച്ഛനൊരു കറി, മക്കൾക്കൊരു കറി, അമ്മയ്ക്കൊരു കറി, അമ്മാമ്മ അച്ഛനെ അവർക്കൊരു കറി. എന്ത് ലോകം അല്ലേ? അതൊന്നും നല്ലതല്ല. അതൊക്കെ കുട്ടികളെ ജീവിതം മുരടിച്ച് പോകും. ചെറുപ്പം മുതൽ നിങ്ങൾ അവർക്ക് ഇലവർഗ്ഗങ്ങളും കിഴങ്ങുകളും ഒക്കെ ചേർത്ത് ചോറ് കൊടുക്കുക. വേണ്ടെന്ന് അവർ പറയില്ല. കഴിപ്പിക്കണം, നമ്മൾ പഠിപ്പിക്കണം. ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞ് വേണം മക്കളെ വളർത്താൻ. എങ്കിലും ഒരു അമ്മയാവുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ജീവിതം പകുതിക്ക് വെച്ചിട്ട് മുരടിച്ച് പോകും. അക്രമസക്തരായി മാറും. അവർക്ക് ഇഷ്ടമുള്ളത് കിട്ടാണ്ടാകുമ്പോൾ അവർക്ക് ദേഷ്യം വരും, ചുണ്ടി വരും. മനസ്സിലാവുണ്ടോ? എല്ലാം ഷെയർ ചെയ്ത് ജീവിക്കാനും ഒരു തുണി ഇളകി അത് ഉടുക്കാനും അത് കഴുകാനും ഉണക്കാനും ഒക്കെ പഠിപ്പിക്കണം കുട്ടികളെ. നമുക്കുണ്ട്, നമ്മളത് കാണിക്കണ്ട. പക്ഷെ മക്കളങ്ങനെ പഠിപ്പിക്കണം. എങ്കിലേ അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പോലെയൊക്കെ വേറെ മനുഷ്യരുടെ ജീവിതം ഒക്കെ എല്ലാ മാതാപിതാക്കൾക്കാണ് ഇതിൻ്റെ സർവ്വ തെറ്റുകളും മാതാപിതാക്കളിലാണ് സംഭവിക്കുന്നത്. നിങ്ങളൊക്കെ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചവരായിരിക്കും. നിങ്ങളുടെ മക്കളെ അങ്ങനെ വളർത്തണ്ട. ഞങ്ങളങ്ങനെയായല്ലോ, ഞങ്ങളങ്ങനെയാണ്, എൻ്റെ മക്കൾ നന്നാവട്ടെ. മക്കൾ നശിച്ചു പോകുകയുള്ളൂ. മനസ്സിലാവണ്ട? നിങ്ങൾക്ക് ഇല്ലാത്തവരോട് ദയ, വാത്സല്യം, സ്നേഹമൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളില്ലാതെ ജീവിച്ചവരാണ്. നിങ്ങളുടെ മക്കളങ്ങനെ വളർത്തണം കേട്ടാ. പട്ടിണി എന്താണെന്ന് മക്കളറിയണം, ദാരിദ്ര്യം എന്താണെന്ന് അറിയണം. എങ്കിലും അവർക്ക് എല്ലാവരോടും ഒരു മതിപ്പ്, സ്നേഹവും ബഹുമാനം ഉണ്ടാവുള്ളൂ കേട്ടാ. എൻ്റെ പെങ്ങന്മാരുടെ മക്കളൊക്കെ ഞാൻ അങ്ങനെ നോക്കിയാണ്. അവരെൻ്റെ അടുത്തായിരുന്നു. അവരൊക്കെ ഞാൻ പട്ടിണി അറിയിച്ചിട്ട് തന്നെ കഞ്ഞി കൊടുത്തതാണ്. പക്ഷെ അവരുടെ മക്കളുണ്ടായപ്പോൾ അവർ എല്ലാവരുടെ കഥ പോലെ തന്നെയാണ്. അവർ മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് കൊടുക്കുക, മുട്ട കൊടുക്കുക, മീൻ കൊടുക്കുക, ഇറച്ചി കൊടുക്കുക. അതില്ലാത്തടത്ത് വരുമ്പോൾ അവർ ഭക്ഷണം കഴിക്കില്ല. അതാണ് ഉണ്ടാവുക. എന്നിട്ട് എന്താ, തിരിഞ്ഞ് പോകുമ്പോൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും. ഇതൊക്കെയല്ല നഷ്ടം. ഇതൊക്കെയാണ് നമ്മുടെ നശിക്കുന്നത്. തിന്നിട്ടും കുടിച്ചിട്ടും നശിച്ചവരാണ് ഇന്നത്തെ കാലത്ത്. പണ്ട് പട്ടിണി കിടന്ന് നശിച്ചവരാ, ഇന്നാ തിന്നിട്ടും കുടിച്ചിട്ടും നശിക്കുന്നവർ. വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിലും വേണ്ട. വീട്ടിൽ ചുമ്മാ ഇറച്ചി മീനൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് അതെടുത്ത് കളയുക. അതാണ് അയലക്കാൻ ചുറ്റുചാട്. അയലക്കാൻ പാവങ്ങളാണെങ്കിൽ അവർക്കൊന്ന് കൊടുക്കാൻ ദയ പോലെ ഇന്നത്തെ ആൾക്കാർക്ക് ഇല്ല. അറിയോ? അതെടുത്ത് കളയുക, എന്നിട്ട് പുതിയത് മേടിക്കുക, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കുക. എന്ത് ചേനമാടി മക്കളെ നിങ്ങളുടെയൊക്കെ. പട്ടിണി അറിഞ്ഞ് ജീവിക്കുക ഈ ലോകത്ത്. അപ്പോഴേ നമ്മുടെ രാജ്യം നിലനിൽക്കുള്ളൂ. അല്ലാണ്ട് ഈ രാഷ്ട്രീയമായ ജീവിതത്തിലൊന്നും രാജ്യം, നമ്മുടെ ഭൂമി നിലനിൽക്കില്ല. നശിച്ചുകൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കുക എല്ലാവരും. എനിക്കിന്ന് 10 രൂപ കടയില്ല. എൻ്റെ കുറച്ച് സ്വർണ്ണം പണയപ്പാടുണ്ട്, ഓക്കെ. അല്ലാണ്ട് വേറൊരു ഇടപാട് എനിക്കില്ല. എന്തുകൊണ്ട്? എന്ത് കിട്ടിയാലും പാചകം ചെയ്യണു, കഴിക്കണു. തിന്നാനും കുടിക്കാനും വസ്ത്രത്തിനും വേണ്ടി ചുറ്റി കറങ്ങാനും വേണ്ടി ഞാൻ പണം എടുക്കാറില്ല ആരും. മനസ്സിലായിണ്ട? ഇത് മക്കൾക്ക് വേണ്ടി, കല്യാണത്തിന് വേണ്ടി, വീടിന് വേണ്ടി ആഡംബരം കാട്ടണം. എന്നിട്ട് അങ്ങോട്ട് ലോൺ എടുക്കുക, എന്നിട്ട് അടയ്ക്കാൻ പറ്റേണ്ടുമ്പോൾ തെരുവിലിറങ്ങി എന്തിനേ ഇതൊക്കെ നിൽക്കണം? എൻ്റെ ഈ കുടിൽ കണ്ടിട്ട് ഇഷ്ടമുള്ളവർ എൻ്റെ അടുത്ത് വന്നാൽ മതി. എല്ലാത്തവർക്കൊക്കെ ഗേറ്റ് പുറത്തേക്ക് വഴി, ഇങ്ങോട്ട് വരണ്ട. എൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും എൻ്റെ കുടിലും കണ്ട് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ അടുത്ത് വന്നാൽ മതി. അല്ലാത്ത ഒരു സുഹൃത്തും എനിക്ക് വേണ്ട, ഒരാളും എനിക്ക് വേണ്ട. ഓടിക്കോ 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 നാഗ പറയണ പോലെ.
അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവർ മാത്രം ലൈക്ക് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അതുപോലെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അടി കിട്ടില്ല എന്ന് തോന്നുന്നവർ മാത്രം ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അഭിപ്രായം നിങ്ങൾക്ക് ഏത് തല തിരിഞ്ഞോനും അഭിപ്രായം ഇടട്ടോളേ, എനിക്ക് പുല്ലുമല്ല. പിന്നെ ഇനി എന്നെ പോലത്തെ ഒരാളെ നിങ്ങൾക്ക് കാണണം, എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടനും ഇല്ലേ ഒന്ന് പ്രസ് ചെയ്യണം, ഒരേ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യണം. അപ്പോഴേ എൻ്റെ എല്ലാ വീഡിയോ നിങ്ങളിലേക്ക് വരുള്ളൂ. എങ്കിലേ നിങ്ങൾ നേരായ രീതിയിൽ ജീവിക്കുകയുള്ളൂ. മനസ്സിലാവുണ്ടോ? എന്നെ കണ്ട് പഠിച്ച് നിങ്ങൾ നല്ലവരാവുകയും. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ സന്തോഷമായിരിക്കും.